നമസ്കാരം. ഫ്രാൻസ് പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുന്നതൊന്നും സഹിക്കാൻ കഴിയാത്തവരാണ് ഇസ്രയേലും അമേരിക്കയും. അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിനെ ഒന്നും മര്യാദ പഠിപ്പിക്കാനായി അതേ നാണയം തന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ബ്രിട്ടൻ. അതായത് പലരെയും പഠിപ്പിക്കാൻ ആദ്യം ചെയ്യുന്നത് ചൊല്ലിക്കൊടുക്കും, അതല്ലെങ്കിൽ രണ്ടാമത്തെ വഴി സ്വീകരിക്കും, അതായത് തള്ളിക്കളയൽ. ഇപ്പോഴത്തെ ബ്രിട്ടൻ ഇസ്രായേലിനോട് സ്വീകരിച്ചിരിക്കുന്നത് ചൊല്ലിക്കൊടുക്കൽ നടപടിയാണ്. അതായത് ഗസയിൽ നടത്തുന്ന ഈ ആക്രമണം മര്യാദയ്ക്ക് നിർത്തിയില്ലെങ്കിൽ നിങ്ങളെ നിലയ്ക്ക് നിർത്താൻ തങ്ങൾക്ക് അറിയാമെന്നാണ് ബ്രിട്ടൻ പറയുന്നത്. അതായത് നിങ്ങൾ ഞങ്ങളുടെ വഴിക്ക് വന്നില്ല എങ്കിൽ ഫ്രാൻസിന്റെ പാത സ്വീകരിക്കും. അതായത് ഫ്രാൻസ് പലസ്തീൻ വിഷയത്തിൽ എടുത്ത നിലപാടിനൊപ്പം തങ്ങൾ നിൽക്കുമെന്നാണ് ബ്രിട്ടൻ പറഞ്ഞു വെക്കുന്നത്. ഇസ്രായേൽ ഗാസയിൽ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന മുന്നറിയിപ്പാണ് ബ്രിട്ടൻ നൽകുന്നത്. ഗാസയിലെ മനുഷ്യജീവിതം മെച്ചപ്പെടുത്തുവാനും പ്രതിസന്ധി പരിഹരിക്കുവാനും സഹായം നൽകുന്നതിനായി ഐക്യരാഷ്ട്രസഭ അടക്കമുള്ളവരെ അനുവദിക്കണമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വെടിനിർത്തലിന് വേണ്ടി US, ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ തങ്ങൾ പിന്തുണയ്ക്കുന്നതായും സ്റ്റാമർ പറഞ്ഞു. വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കണമെന്നും ഹമാസ് ഉടൻ ബന്ദികളെ മോചിപ്പിക്കണമെന്നും കെയർ സ്റ്റാമർ ആവശ്യപ്പെട്ടു. ഗാസയിലെ ഭരണക്രമത്തിൽ ഹമാസിന് ഒരു പങ്കും ഉണ്ടാകരുതെന്നും സ്റ്റാമർ നിബന്ധന വെച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സ്കോട്ട്ലൻഡിൽ വെച്ച് നടന്ന ചർച്ചകൾക്ക് പിന്നാലെയായിരുന്നു സ്റ്റാമറുടെ പ്രഖ്യാപനം. പലസ്തീൻ വിഷയത്തിൽ താൻ ഒരു നിലപാട് എടുക്കുന്നില്ലെന്നും സ്റ്റാമറിന് വേണമെങ്കിൽ സ്വീകരിക്കാമെന്ന ചർച്ചയ്ക്ക് ശേഷം ട്രംപ് പറഞ്ഞിരുന്നു. ബ്രിട്ടന്റെ ഈ നീക്കത്തോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രൂക്ഷമായാണ് പ്രതികരിച്ചത്. ഹമാസിനെ സഹായിക്കുന്നതും അവരുടെ ക്രൂരതയ്ക്ക് ഇരയായവർ അപമാനിക്കുന്നതുമാണ് സ്റ്റാമറുടെ പ്രസ്താവന എന്നാണ് നെതന്യാഹു പ്രതികരിച്ചത്. സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ ഫ്രാൻസ് പലസ്തീൻ വിഷയത്തിലെ നിലപാട് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചിരുന്നത്. ഇതോടെ പ്രധാനപ്പെട്ട ലോക ശക്തികൾ ഉൾപ്പെടുന്ന G7 രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നിന്നും പലസ്തീനെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറിയിരുന്നു. ഈ തീരുമാനത്തെ ചരിത്ര തീരുമാനമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഫ്രാൻസിന്റെ ഈ തീരുമാനത്തിൽ കടുത്ത സമ്മർദ്ദത്തിലായിരുന്നത് ഇസ്രയേലും അമേരിക്കയുമായിരുന്നു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച